ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. നാടൻ പാട്ടാകുമ്പോൾ ഒരിക്കൽ കേട്ടാൽ നമുക്ക് അത് നമ്മളേതായ രീതിയിൽ പാടാനും അത് തെറ്റ് പറയില്ല ആരും. അത് എങ്ങനെ പാടിയാലും അത് പാട്ടാണ്. വൈറലായതിനു ശേഷം സ്റ്റുഡൻസ് ഒക്കെ എന്താ പറയുന്നത് സ്കൂളിൽ? അവരിപ്പോ അതിന്റെ അടിയിൽ കമന്റ്സിന്റെ അടിയിൽ ഇത് ഞങ്ങളെ ടീച്ചറാണ്. നുണക്കുഴിയൊന്ന് നല്ല പൂ പോലൊന്നു വിരിഞ്ഞ് നാണിച്ചു കണ്ണൊന്നടച്ച്. കലാഭവൻ പാട്ട് കേട്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത് ശരിക്ക്. ഇവിടെ പണ്ട് ഡാൻസ് എല്ലാം കളിക്കാൻ മണിയുടെ പാട്ടല്ലേ അമ്മ യൂസ് ആക്കല. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് കേട്ടിട്ടാണ് ശരിക്ക് തുടങ്ങുന്നത്. എന്താണോ വാര്യരെ താ നന്നാവാത്തെ? എന്താ വാര്യരെ നീ നേരാവാത്തേ? ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യാ? ഇനി നമ്മ എന്താക്കലും അല്ലയ്യാ. ബ്രഹ്മയുഗത്തിലെ പാടിയായിരുന്നില്ലേ, അതുകൂടി ഒന്ന് പാടാം. ചെന്തീപൊരി ചിന്തണ ചോലകൾ ചെന്താരകൾ ചോക്കണതോ, മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ. ചാലഞ്ച് എന്താന്ന് വെച്ചാല് റോങ് ആൻസർ ചാലഞ്ച്. എങ്ങനെയാ വന്നേ? പോയിട്ടാ ഞാൻ അടുത്തേക്ക്. ഈ സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടോ? വാങ്ങില്ലപ്പാ, പറഞ്ഞു ഉത്തരം പറഞ്ഞു. എടുത്തേക്കും പിടിയില്ല നീ എന്നാ. നിന്നെ കൊന്നിട്ടില്ലേ, ഓൻ നിന്റെ ചോര എടുത്തിട്ട് കുടിച്ചിട്ടില്ലേ, ഞാൻ ഒരുമാതിരി ഡാൻസ് കളിക്ക് കൂട്ടുവാ. എന്തായി നകുലേട്ടാ? ഞാൻ എന്തിയാ നകുലേട്ടാ ഇപ്പൊ പറഞ്ഞേ? അതേതാ ഞാനറിയാത്തൊരു തമ്പുരാട്ടി? ഈ പറയുന്ന നിങ്ങാരിപ്പാ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തി ജഗന്നാഥ തമ്പുരാൻ. എന്തെന്ന്? ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളതൊരു പാട്ടുകാരിയാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായി വന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകളിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് വെൽക്കം ചെയ്യാം ജയരഞ്ജിത. ഹലോ. ഹായ്. ടീച്ചറാണ്. ഇത്ര കുട്ടി ടീച്ചർ. ഏത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്? ഞാൻ UPക്കും ഹൈസ്കൂളിലും പഠിപ്പിക്കുന്നു. അപ്പൊ മെയിനായിട്ട് UPക്ക് തന്നെ നോക്കുന്നത്. ഏത് സബ്ജക്റ്റാ? സോഷ്യൽ. ഓക്കെ. ഇപ്പോൾ ഇങ്ങനെ വൈറലായിട്ട് നിൽക്കുകയാണ് സോഷ്യൽ മീഡിയസിലൊക്കെ. പല പല എന്താ പറയുക ചാനൽസിൽ വന്നു, വീഡിയോസൊക്കെ ഇങ്ങനെ വൈറലാവുന്നു. എന്താ ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ? ഇപ്പൊ എന്തെന്ന് കുറേ ആള് വിളിക്കുന്നു, സന്തോഷം പറയുന്നു. അപ്പോൾ കൂടുതൽ പാട്ട് പാടണം തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ജയരഞ്ജിതയുടെ കുറേ പാട്ട് വൈറലായിട്ടുണ്ട്. അപ്പം ചെണ്ടുമല്ലികയാണ് കൂടുതൽ നമ്മളിലേക്ക് എത്തിച്ചത്. അപ്പം നമുക്ക് ആ പാട്ടൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് ജയരഞ്ജിതയുടെ നാവിൽ നിന്ന് നമുക്കത് റിയൽ ആയിട്ട് കേൾക്കണം. ഓക്കെ, അപ്പം ചെണ്ടുമല്ലിക നമുക്ക് റിയൽ ആയിട്ട് ജയരഞ്ജിത പടമാണ്. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അരളിയിലൊരു കിളി കൊഞ്ചിപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി, അരവാരന്തക താളം തല്ലി അരമണി കിങ്ങിണി കിളിപ്പാകി. ഇമകളെന്തു ഭംഗി, ഇവളുടെ കവിളിനെന്തു കാന്തി, അധരമാം ത്രിമധുരം നുകരാൻ ഭാഗ്യമേകു ഭവതി. സൂപ്പർ. ഇങ്ങനെ സിത്താരയുടെ ഒക്കെ ഒരു വോയിസിന്റെ സാമ്യം തോന്നിയിട്ടുണ്ട്. പറയലുണ്ട്. സിത്താര മീൻസ് എനിക്ക് ഇഷ്ടം സിത്താരേച്ചിയുടെ പാട്ടോടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് അങ്ങനത്തെ പാട്ട് പാടുമ്പോ എന്റെ അടുത്ത് പറയലുണ്ട്, കുറെ ആൾ പറയലുണ്ട് അതേപോലെ ഉണ്ട് എന്നല്ല, അവിടെല്ലോ അങ്ങനത്തെ ഒരു സാമ്യം ഒരു ഫീൽ അല്ലേ. കാസർഗോഡാണ് സ്ഥലം. കാസർഗോഡ്. പക്ഷെ നല്ല രസമുണ്ട് കാസർഗോഡ് സ്ലാങ് കേൾക്കാൻ. താങ്ക് യു. എനിക്ക് പൊതുവെ ഇഷ്ടം. ഒരാൾ പറയുന്ന കാസർഗോഡ് സ്ലാങ് പറയുമ്പോ അങ്ങനെ എന്തിനു പറയുന്നത്, നമുക്ക് നല്ല വാങ്ങിൽ വർത്താനം പറയാൻ അറിയുമല്ലോ, പിന്നെ എന്തിന് ഒരു ആക്കി പറയുന്ന പോലത്തെ തോന്നുന്നു. അത്ര ഞാൻ ഇങ്ങനെയാണ് പൊതുവെ വീട്ടിലെല്ലാം വർത്താനം പറയൽ, നാട്ടിലും തന്നെ വർത്താനം പറയല്. അപ്പൊ ചിലപ്പോ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ തോന്നുന്നുണ്ടാവും, ചിലപ്പോ അത് ഉണ്ടാക്കി പറയുന്ന ആൾക്കാരും തോന്നുന്നുണ്ടാവും. പക്ഷെ പുറത്തെത്തുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാസർഗോഡ് സ്ലാങ് പറയുന്നത് കേൾക്കാൻ.
അത് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ കാസർഗോഡ് സ്ലാങ് പറയുന്നത് സംസാരിക്കുന്നത്. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നാടൻ പാട്ടുകളല്ലേ സെലക്ട് ചെയ്യുന്നത്? അതെ അതെ. എന്താ അതിന്റെ ഒരു റീസൺ? ഒന്നാമത് വേറൊന്നുമല്ല, ഞാൻ പാട്ട് പഠിച്ചിട്ടാ. അപ്പൊ പഠിച്ചിട്ടില്ല. ഇല്ല, പാട്ട് പഠിച്ചില്ല. അപ്പൊ പഠിക്കാത്തോണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ സംഗതിയും കാര്യങ്ങളും ശ്രുതിയും മറ്റേ അതെല്ലാം പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തെന്നുള്ള സാധനം മനസ്സിലാവില്ല. അപ്പൊ നാടൻ പാട്ടാകുമ്പോൾ ഒരിക്കൽ കേട്ടാല് നമുക്ക് അത് നമ്മളേതായ രീതിയിൽ പാടാനും അത് തെറ്റ് പറയില്ല എല്ലാരും. അത് എങ്ങനെ പാടിയാലും അത് പാട്ടാണ്. അപ്പൊ സിനിമ പാട്ട് പറയുമ്പോൾ എനിക്കൊന്ന് എല്ലാവരും കുറേ കേൾക്കുന്ന പാട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് വരുത്തിയാൽ തന്നെ അപ്പോഴേക്ക് വേഗം മനസ്സിലാവും, ഇത് അങ്ങനെ അല്ലല്ലോ പാടേണ്ടതല്ല മനസ്സിലാവും. അപ്പൊ ഒന്നാമത് ഞാൻ അത് പാടണമെങ്കിൽ ഞാൻ കുറെ പഠിക്കണം, കുറെ അതിന് വേണ്ടി ഞാൻ കുറെ മെനക്കെടണം. അപ്പൊ അതിന് കുറച്ചൊരു മടിയുണ്ട് എനിക്ക്. മെനക്കെടാന്നല്ല, അത് തൊടാനൊരു പേടി. പക്ഷെ ഞാൻ പാടും. ഇനിയിപ്പോ പാട്ട് പഠിക്കാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ട്, നോക്കാം. ഇപ്പൊ ഫുൾ ടൈം ടീച്ചറായിട്ട് വർക്ക് ചെയ്യില്ല? ഇപ്രാവശ്യം എവിടെയും പോയിട്ടാ. ഞാൻ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്തോണ്ടായത്. ഇപ്രാവശ്യം പിന്നെ PSCക്ക് പോവാറിഞ്ഞിട്ട് അങ്ങനെ PSCയിൽ തന്നെ. ഓക്കെ, എപ്പോൾ മുതൽ ഇപ്പോൾ ഒരു പാട്ട് ഡാൻസറാണ്, എല്ലാം സകലകല വല്ലഭയായിട്ടുള്ള ഒരാളാണ്. അപ്പം എപ്പോൾ മുതൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരു സിംഗിങ് ചെറുപ്പം മുതലേ ഇങ്ങനെ വീട്ടിലാണോ തിരിച്ചറിഞ്ഞത് ആദ്യമായിട്ട്? അച്ഛനും അമ്മയും ഏട്ടനും എല്ലാരും പാടും. കുടുംബസമേതം എല്ലാരും പാടും. അപ്പൊ അങ്ങനെ അവര് പാടുന്ന കേട്ടിട്ടാണ് ഞാനും പാട്ട് പഠിച്ചത്. കേട്ട് പഠിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കുക്കു കുക്കു കുയിലെന്ന് പറയുന്നൊരു പാട്ടുണ്ടായി. അപ്പൊ ഞാൻ വെറുതെ പാടുക, എനിക്ക് എന്റെ സൗണ്ട് ഇത് നല്ല അത്രോളം എനിക്ക് പാട്ടാടാൻ ഒരു സൗണ്ടും വന്നോണ്ടായിട്ടാ. കുക്കു കുക്കു കുയിലെ പാട്ട് പാടുമ്പോൾ പെട്ടെന്ന് സൗണ്ട് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ പാട്ടാടാൻ തുടങ്ങിയത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് വേറൊരു സ്കൂളിലേക്ക് പോയി. അപ്പൊ അവിടെ ഒരു ഓട്ടം തുള്ളല് പാഠം പഠിക്കാനുണ്ട്. അപ്പൊ വേറൊരു കുട്ടിയുണ്ട് ഷീബാർഡ്, ഓള് നല്ലോണം പാടും. അപ്പൊ അങ്ങനെ ഓളൊന്നിച്ച് പാടിയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോഴാണ് ശബ്ദം കുറച്ചൊക്കെ മനസ്സിലാവുന്ന ഞാൻ പാടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ വിദ്യാരംഗത്തിനെല്ലാം പോയിട്ട് വരുമ്പോൾ അടുത്ത അംബിക ടീച്ചർ നമ്മൾ സ്കൂളിൽ ഉണ്ടാവില്ല, സ്കൂളിൽ എന്നെ എപ്പോഴും ദേശഭക്തി അതിന് സെലക്ട് ആക്കില്ല. ബാക്കി എല്ലാവരും സെലക്ട് ആക്കും, എന്നെ മാത്രം ദേശഭക്തി അത് ഇത്രയും സെലക്ട് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നെ മാത്രം സെലക്ട് ആക്കാതെ ഞാൻ പാട്ട് പാടാത്തോണ്ടോ എന്ന് വിചാരിക്കും. മാത്രം പിന്നെ വിദ്യാരംഗത്തിന്റെ നാടൻ പാട്ടെല്ലാം പോയിക്കൊണ്ടുണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ നാടൻ പാട്ടെല്ലാം ശരിക്കും പാടാൻ തുടങ്ങിയത്. പിന്നെ ക്യാമ്പ് ഉണ്ടാവൂലേ, നാടക ക്യാമ്പ്, അങ്ങനത്തെ ക്യാമ്പെല്ലാം ഉണ്ടാവും. അപ്പൊ അതിന് പോയിട്ട് വരുമ്പോൾ കുറെ പാട്ട് കിട്ടും. അപ്പൊ അപ്പളൊന്നിച്ച് പാടിയിട്ട് പാട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ ഒരു സിനിമാ പാട്ടും പൊതുവെ അങ്ങനെ പാടിയിട്ടില്ല? കുറവ് തന്നെ. പാട് വെച്ചാൽ പാടും, പക്ഷെ കുറവ് തന്നെ. ഈ നാടൻ പാട്ടിൽ ഏറ്റവും ഇഷ്ടം അറിയാം? ഇപ്പൊ ഒരുപാട് നാടൻ പാട്ടിൽ കുറെ വെറൈറ്റീസ് ഒക്കെ ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഫേവറേറ്റ് ആരാ പാട്ട് പാടുന്നേലാ? കലാഭവൻ പാട്ട് കേട്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത് ശരിക്ക്. ഇവിടെ പണ്ട് ഡാൻസ് എല്ലാം കളിക്കാൻ മണിയുടെ പാട്ടല്ലേ അമ്മ യൂസ് ആക്കല. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് കേട്ടിട്ടാണ് ശരിക്ക് തുടങ്ങുന്നത്. പിന്നെ ആര് പാടിയാലും നാടൻ പാട്ടിന് ആ ഒരു ഓളും കാര്യങ്ങളും കിട്ടുന്നതുകൊണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഉദയേട്ടനുണ്ട്, ഉദയം കുണ്ടൻകുഴി പറഞ്ഞിട്ട്. ഓർ ഈ ക്യാമ്പിനെല്ലാം വരുമ്പോൾ വേറെ പാട്ട് കൊണ്ടുതരും. അപ്പൊ അതൊക്കെ പാടിയിട്ട് അങ്ങനെ കുറെ പാട്ടുകൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത്. ഏത് മണിച്ചേട്ടന്റെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? മണിച്ചേട്ടന്റെ ഇപ്പൊ ഞാൻ പാടിയിട്ടുണ്ട് ബാലേട്ടൻ മോളല്ലേടി, ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് വേണ്ടിട്ട്. ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, ബാലേട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ, നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി, നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി. സൂപ്പർ, നന്നായിട്ട് പാടുന്നുണ്ട്. ഈ ഇപ്പൊ വൈറലായതിനു ശേഷം സ്റ്റുഡൻസ് ഒക്കെ എന്താ പറയുന്നത് സ്കൂളിൽ? അവരിപ്പോ അതിന്റെ അടിയിൽ കമന്റ്സിന്റെ അടിയിൽ ഇത് ഞങ്ങളെ ടീച്ചറാണ്, ഞങ്ങൾ പഠിപ്പിച്ച് ഞങ്ങളെ ടീച്ചറാണ് അവര് കമന്റ് ഇടാൻ തുടങ്ങി. മാത്രം അവർ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ സ്കൂളിലേക്ക് വരണം ടീച്ചർ. അപ്പൊക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. ക്ലാസ്സിലെല്ലാം വെറുതെ ഫ്രീ ടൈം എല്ലാം കിട്ടുന്ന സമയത്ത് പോയിട്ട് പാട്ട് പാടൽ എന്നെ പണി. പാട്ട് പാടലും ഡാൻസ് കളിക്കൽ ഇതെല്ലാം ക്ലാസ്സിൽ പരിപാടി. അപ്പൊ കുഞ്ഞുമക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പാടുന്നതെല്ലാം. ഇപ്പം ഇങ്ങനെ വൈറലായതിനു ശേഷം വേറെ ആരൊക്കെ കോണ്ടാക്ട് ചെയ്തു? അതായത് സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഫിലിംസീനോ അങ്ങനെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ? ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഞാനും അറിഞ്ഞില്ല പിന്നെ നീയും അറിഞ്ഞില്ല, ഇഷ്ടമറിഞ്ഞില്ല എന്റെ കാക്കക്കുയിലാളെ, എന്റെ പാട്ട് പാട്ടുണ്ടായിനി. ഈ പാട്ട് എനിക്കൊരു ഏട്ടനാണ്, പൃഥ്വിഷേർന്ന ഏട്ടനാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അത്രോളം ഞാൻ ആ പാട്ട് കേട്ടിട്ടാ. എന്നിട്ട് ഒരു ദിവസം ഫോൺ വിളിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. അപ്പോഴത്തേക്ക് ആ പാട്ട് എനിക്ക് തിരിച്ച് പാടി കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ച് ഇതാരിപ്പം ഇനിയിപ്പൊ എന്റെ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും വിളിക്കുന്നോന്ന് വിചാരിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് പാടിയാളെന്നെ കെ പറഞ്ഞിട്ട്. അപ്പൊ ഓറന്നെ വിളിച്ചിട്ട് എനിക്ക് കുറച്ച് പാട്ടുണ്ട്, അത് നീ പാടണം. ഞാൻ പാടിയിൽ കുറെ മിസ്റ്റേക്സ് ഉണ്ട്, കാരണം ഞാൻ ആ പാട്ട് കേട്ടതുപോലെ പാടുന്നത്, പക്ഷെ പാടി ഒറിജിനലിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു മോശം വരുത്തിയിട്ടാ നന്നായിട്ട് പാടി, അതുകൊണ്ട് സാർ എനിക്ക് കുറെ പാട്ട് ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജിയോ ബിബി സാറ്, മധുപാൽ സാറ്, അങ്ങനെ കുറച്ച് ആൾക്കാർ വിളിച്ചു. പിന്നെ കുഞ്ഞിഷ്ണൻ മാഷ്, ഞങ്ങളുടെ നാട്ടിൽ തന്നെ 4ാം കേസുകളിലത്തെ ജഡ്ജിയായിട്ട് അഭിനയിച്ച കുഞ്ഞിഷ്ണൻ മാഷ് ഒരു ദിവസം രാവിലെ കാണാൻ വന്നു. എന്നിട്ട് കുറെ നേരം സംസാരിച്ചു. സാറിന് ഭയങ്കര ഇഷ്ടമായി പറഞ്ഞു. അങ്ങനെ
ഇപ്പൊ നമ്മള് ചെറിയൊരു കോൺട്രവേഴ്സി വന്നായിരുന്നു, മറ്റേ പുള്ളിമാൻ മിഴി മുല്ലത്തറയിലെ പാട്ട്. മുല്ലത്തറയിലെ ആ പാട്ടൊന്നും നമുക്ക് വേണ്ടി പാടാം. ആദ്യം ആ പാട്ട് എഴുതിയത് കിഷോർ ചേലക്കര എന്ന് പറയുന്ന ഒരു ഏട്ടനാണ്. മുല്ലത്തറയിലെ വെണ്ണീലാച്ചേലൂടെ പൊൻതിരി വെട്ടം തെളിഞ്ഞേ, അന്നത്തോരന്തിയിൽ ഞാൻ ആ സുന്ദരി പെൺകൊടിയാളിനെ കണ്ടേ, ചെമ്പൻ മുടി അഴകുള്ളൊരു പെണ്ണവൾ എന്നെയും നോക്കി നിന്നേ, ചേലത്ത മാൻമിഴിയുള്ളൊരു പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ, ആട്ടവും പാട്ടും മേറിയ നേരത്ത് മാറി നിന്നവളെൻ്റെ മുന്നിൽ നിന്നും, ചേലത്ത മാൻമിഴിയുള്ളൊരു പെൺകൊടിയാളിനെ നോക്കി ഞാൻ നിന്നേ. ഈ പാട്ട് എനിക്ക് തോന്നുന്നു ചില പാട്ടുകൾ ഇപ്പം ചിലവർ ചെയ്യുമ്പോൾ ഇപ്പൊ വീഡിയോസ് ആണെങ്കിലും സിംഗ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാട്ടുണ്ട് കൊള്ളാലോ എന്നറിയുന്നേ. പക്ഷെ അത് ചിലപ്പോൾ അതിന്റെ പിന്നിലുള്ള ആരാന്ന് ചിലപ്പോൾ നമ്മൾ അറിയില്ലായിരിക്കും. പക്ഷെ അതൊരു പുള്ളി വിളിച്ച് പറഞ്ഞതായിരുന്നു അല്ലേ? അത് പറഞ്ഞാല് ഒരു ദിവസം രാവിലെ ആ പാട്ട് എനിക്ക് കിട്ടിയത് ആ പാട്ട് എനിക്ക് കിട്ടിയത് യൂട്യൂബിന്റെ ഒരു വീഡിയോ, അതായത് മാണി മുത്തപ്പ എന്ന് പറയുന്ന ഒരു ഇതില് ഒരേട്ടൻ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ്. അതില് ബിജീഷ് മണൻ അങ്ങനത്തെ എന്തോ ഒരു പേര്, കിഷോർ എന്ന് പറഞ്ഞ ഏട്ടന്റെ പേരേ അതിലില്ല. ഞാൻ എല്ലാവരും എപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് പാടി ഇടുന്നല്ലേ പറഞ്ഞിട്ട് ആ പാട്ട് കേട്ടു, ആ പാട്ട് ഇഷ്ടപ്പെട്ടു, ആ പാട്ട് ഞാൻ പാടി. അതിനപ്പുറം ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് അങ്ങോട്ടും അറിയില്ല ഇങ്ങോട്ടും അറിയില്ല. അതിന് ശേഷം ഞാൻ കുറെ പാട്ട് പാടി ചിട്ടു. ഇപ്പൊ എന്നോട് പറഞ്ഞ അതിന്റെ താഴെ കമന്റ് വന്നു എന്ന് പറയുന്നു കുറെ ആൾ. പക്ഷെ കുറെ കമന്റ് ഒന്നും ഞാൻ കാണലേ ഇല്ല. വെറുതെ ഞാൻ ആദ്യം കിട്ടുന്ന ലൈക്ക് ഇട്ട് പോകും, പിന്നെ നോക്കില്ലല്ലോ, കാരണം വേറെ പാട്ട് പാടി ചിട്ടു. എന്നിട്ട് അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ പേരുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴേക്ക് 24 ന്യൂസിന്റെ ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നിട്ട് നിന്റെ പാട്ടയിലുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്റെ പാട്ട് എന്തേ പൈലിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ കിഷോർ എന്ന ഏട്ടന് ഭയങ്കര സങ്കടമായി. കിഷോർ ചേലക്കര എന്ന് പറഞ്ഞ ഏട്ടന് ഭയങ്കര സങ്കടമായി. അദ്ദേഹത്തിന്റെ പാട്ടാണത്. അപ്പൊ വരികളൊന്നും 4 വരിയല്ലോ. അപ്പൊ അങ്ങനെയല്ല അതിന്റെ ട്യൂണ് നല്ല മറ്റു ഭയങ്കര ഏട്ടന് സങ്കടം. അല്ല ആർക്കായാലും സങ്കടം ഉണ്ടാവും. അത് അപ്പയുടെ പാട്ടാണ്, ആ ഏട്ടന്റെ പാട്ടാണത്, സങ്കടം ഉണ്ടാവും. അത് ഞാൻ മാനിക്കുന്നു. കാരണം ഇപ്പൊ ഞാനായാലും എൻ്റെ ഒരു പാട്ട് ആരെങ്കിലും എടുത്തിട്ട് പാടി അറിയുമ്പോൾ അവരറിയപ്പെടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ അറിയപ്പെടാതിരിക്കുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും. എന്നിട്ട് അവര് എല്ലാവരും അങ്ങനെ പറഞ്ഞില്ലേ, അപ്പൊ ഞാനൊരു ഓൺ വോയിസ് ഇട്ടു. കാരണം എനിക്കറിയില്ല, ഞാൻ അറിയുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ലാഭമില്ല, അത് കൊടുക്കാൻ എനിക്കൊന്നും ലാഭമില്ല. ഞാനത് എടുത്തിട്ട് ഞാനത് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആരെങ്കിലും ആ ഏട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ FB-യിൽ. എനിക്ക് ആ ഏട്ടൻ അറിയില്ല, പക്ഷെ ആ ഏട്ടൻ ഞാൻ പാട്ട് പാടുന്നുണ്ടെന്ന് ഏട്ടൻ അറിയുമല്ലോ. അപ്പൊ ആ ഏട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. രണ്ടാമത് ഇത് വന്നിട്ടായിട്ടാകുമ്പോൾ ഞാൻ ഓൺ വോയിസ് ഇട്ടിട്ട് ആ ഏട്ടൻ നമ്പർ തപ്പി പിടിച്ച് ഞാൻ വിളിച്ചു. ഞാൻ സോറി പറഞ്ഞു. കാരണം ഞാൻ പാട്ട് പാടിയിട്ട് ഇട്ടു, പിന്നെ എനിക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഞാൻ കാരണം ഒരു എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ മാപ്പന്നെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു അങ്ങനെയല്ല, ഇത് ഞാൻ കുട്ടി പാടിയതിൽ എനിക്ക് സന്തോഷമില്ല, അതുകൊണ്ടല്ലേ ഞാൻ അറിയപ്പെട്ടതെന്ന് പറഞ്ഞു. അത് ആ ഇഷ്യൂ അടുക്ക് തീർന്നു. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. എന്താ പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ആരല്ലേ ഇതെല്ലാം പാട്ട് പാടി, നമുക്കറിയില്ലല്ലോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് വേണ്ടി. പിന്നെ ഞാൻ ആദ്യം ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതായത് ഞാൻ അതിന് മുമ്പുണ്ടായ ഇന്റർവ്യൂവിന് ശേഷം ഉണ്ടായ ഇന്റർവ്യൂ എനിക്കറിയില്ല, ഒരു ലിങ്ക് കിട്ടിയിട്ട് അതിൽ പറയുന്നുണ്ട് ഈ കുട്ടിയോട് ചോദിക്കും. അതായത് ആ കുട്ടി പറയുന്നില്ല അത് ആര് പാടിയതെന്നോ അല്ലെങ്കിൽ എൻ്റെതല്ലെന്നോ. ഞാൻ എൻ്റെ കമന്റ് നോക്കിയാൽ ഇത് എവിടുന്ന് കിട്ടി, എൻ്റെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് ആ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിന്. എനിക്കറിയില്ല അതായിരുന്നു അയച്ചു കൊടുത്തിന്. ഇതിന്റെ ബാക്കി ഉണ്ടോ വരി ചോദിക്കുമ്പോഴും ഇല്ല എന്ന് പറയുന്നത്, നിങ്ങളുടെ വരികളാണെന്ന് ചോദിക്കുമ്പോഴും ഞാൻ അല്ലാന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ കേട്ടിട്ട് നമുക്ക് സങ്കടമായി. കാരണം ഞാൻ ചിന്തിക്കും കൂടി ചെയ്യാത്ത കാര്യങ്ങളാണ് അതിൽ വന്നത്. പിന്നെ ഏട്ടനെ വിളിച്ചിട്ട് ആ പാട്ട് ഞങ്ങൾ സംസാരിച്ച് നേരമായി, കുഴപ്പമൊന്നുമില്ല, അറിയാണ്ട് ചെയ്തതല്ലേ. അപ്പൊ ആ ഏട്ടന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം പ്രതീക്ഷിക്കാണ്ട് വരുന്ന ഇതല്ലേ, അറിയുന്നേ ഇല്ലല്ലോ. പാട്ട് പാടിയിട്ട് വിട്ടു, പക്ഷെ ഇനി ഞാൻ ശ്രദ്ധിക്കും. ഇപ്പൊ ഞാൻ കുറെ തപ്പിപ്പിടിച്ചിട്ട് ഞാൻ തന്നെ ഇപ്പൊ ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ എന്തായാലും ഇത്ര സംസാരിച്ചില്ലേ, ഒരു ചെറിയൊരു ടാസ്ക് തരാം. ഓക്കെ, ടാസ്ക് എന്താണെന്ന് വെച്ചാല് കുറച്ച് സിനിമ ഡയലോഗ്സ് പറയും, അത് കാസർഗോഡ് സ്ലാങ്ങിൽ പറയണം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഫസ്റ്റ് ഡയലോഗ്. എനിക്ക് വിശപ്പിന്റെ അസുഖമുള്ള ആളാ. ഞാൻ പൈപ്പിന്റെ സുക്കടിലെ ആളാണ്. പൈപ്പോ? പൈപ്പ് പറഞ്ഞ വിശപ്പ്, പൈക്കെന്ന് അറിയില്ലേ? പൈക്ക്. ഓക്കെ ഓക്കെ. അടുത്തത്. ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എനിക്ക് ലുക്കില്ലാന്നല്ലോ, എന്നെ കാണാൻ പാങ്ങില്ലാന്നല്ലോ, നല്ല മണ്ടയുണ്ട്. ബുദ്ധി. ഓക്കെ. എന്താടോ വാര്യരെ താൻ നന്നാവാത്തെ? എന്താടോ വാര്യരെ താൻ നന്നാവാത്തെ? എന്തറാ വാര്യരെ നീ നേരാവാത്തെ? നടേശ കൊല്ലണ്ട. നടേശ വെറുതെ വിട്ടു, കൊല്ലൊന്നും വേണ്ട. ഓക്കെ, കുടംപുളി ഇട്ട് വെച്ചാൽ മത്തി കലക്കും. കുടംപുളി ഇട്ടിട്ട് വെച്ചാല് മത്തി നല്ല മണം ഉണ്ടാവും. മണോ?
മത്തി കലക്കുന്നല്ലേ പറഞ്ഞേ? ആ. ആ മത്തി നല്ല വാങ്ങണ്ടാവും. ഓക്കെ, ഇതെന്റെ പുത്തൻ റെയ്ബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ച നിന്റെ കാല് ഞാൻ വെട്ടും. ഇതെന്റെ പുതിയ റേബൻ ഗ്ലാസ്. ഇത് ചവിട്ടിട്ട് പൊട്ടിച്ച നിന്റെ കാല് ഞാൻ കൊത്താണ്ടിരിക്കില്ല. ദേഷ്യത്തിൽ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയാ? ഇത് നമ്മ എന്താക്കലും അല്ലയ്യാ. കള കിളവിന് നല്ല ഉന്നമില്ലാത്തത് കൊണ്ട് ചത്തില്ല. തൊണ്ടന് അധികം ഉന്നൊന്നും ഇല്ലാത്തോണ്ട് നമ്മ ചത്തിറ്റ. തൊണ്ടനോ? കിളവ് നില തൊണ്ടൻ, തൊണ്ടൻ വെല്ലിച്ചൻ അങ്ങനെ അറിയല്. കൊള്ളാം, നല്ലത്, എനിക്കിഷ്ടായി. തൊണ്ട വലിയച്ചനോ? ആ. കൊള്ളാം. ഈ കാസർഗോഡ് ദേഷ്യപ്പെടാറുണ്ടോ? എങ്ങനെ? ചൂടാവാറുണ്ടോ ദേഷ്യം വരുമ്പോ? ആ പിന്നെ ആണ് കാസർഗോഡ് സ്ലാങ്ങിലൊന്ന് ചൂടാവും. അങ്ങനെ ചൂടായൊന്നും കഴിയില്ല. ചോദ്യം ചൂടാവല് ഞാൻ ചോദിച്ച ചോദ്യം ഇഷ്ടായില്ല. ആ, അങ്ങനെ ജാസ്തി വർത്താനൊന്നും വേണ്ട. എനിക്ക് അത്ര വലിയ പിടിച്ചിട്ടൊന്നുമില്ല. നേരെ ചോദിക്കുന്നുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. ഈ ടാസ്ക് എന്താണ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡൻസിനോടൊക്കെ ചൂടാവാറുണ്ടോ? ആ എങ്ങനെ എന്തിനാ ചൂടാവാ? കുരുത്തക്കേട് കാണിക്കുന്നതായിട്ട്. എക്സാമിന് മാർക്കൊക്കെ ഓർമ്മിച്ച് ചൂടാവാ? അതൊന്നും നമ്മ ചെയ്യില്ല. കാരണം നമുക്കറിയാം നമ്മ വരുമ്പോ നമുക്ക് എങ്ങനെ ഉണ്ടാവും നല്ല സംഭവം നമുക്കറിയാലോ പഠിച്ചിട്ട് വരുന്ന സമയത്ത്. പിള്ളമാർ ഇപ്പോഴത്തെ പിള്ളമാരിൽ നല്ലോണം പഠിക്കും. ഞാൻ വിചാരിക്കുന്ന കണക്കല്ല. അപ്പൊ എല്ലാവരും അവർ നമ്മ എന്തെങ്കിലും അങ്ങോട്ട് ചോദിച്ചാൽ 100 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. അറിയാത്ത പിള്ളേരൊന്നുമില്ല. പിന്നെ ഇല്ല പറഞ്ഞാല് കുരുത്തക്കേട് കുറച്ച് ജാസ്തി ആയിരിക്കും. കുരുത്തക്കേട് പറഞ്ഞാൽ ചെറിയ കുരുത്തക്കേടൊന്നുമല്ല, കുറച്ച് വലിയ നമ്മൾ വിചാരിക്കാത്ത കുരുത്തക്കേടെല്ലാം കാണിക്കുന്ന പിള്ളേരുണ്ട്. അപ്പൊ അങ്ങനെല്ലാം ആകുമ്പോ ശരിക്കും വടി എടുത്തുകൂടെ. ശരിക്കും തെറ്റന്നെ, വടി ഒന്നും എടുത്തിട്ട് പോകുന്നും കൂടാ. പക്ഷെ എന്നാലും ടീച്ചർമാർക്ക് ഉപയോഗിക്കേണ്ടി വരലുണ്ട്. ചൂടാവലുണ്ട്, നല്ലോണം ചൂടാവലുണ്ട്. നമ്മൾ ചൂടാവുന്ന കാര്യം ചോദിച്ചില്ലേ? അപ്പം സംഭവം കാസർഗോഡ് ഭാഷയിൽ നല്ല രസമായിരിക്കും ഞാൻ കേട്ടിട്ടുണ്ട് ചൂടാവുന്നേ. നമുക്ക് ചെറിയൊരു ടാസ്ക് തരാം. നല്ലോണം ചൂടാവണം. പക്ഷെ പിന്നെ നല്ലോണം ചൂടാവും ഞാൻ. നീ ചിരിക്കൊന്നും വേണ്ട. നീ എന്തോ എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ അറിഞ്ഞിനി. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ഒടിയാൻ നിൽക്കണ്ട അധികം കേട്ടോ. ഞാൻ അറിയുന്നതെല്ലാം ഉണ്ട്. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളന്നെ. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്നല്ലേ. ഞാൻ എന്താ പറഞ്ഞ? നീ എന്താ കേട്ടെ? ഒന്നും പറഞ്ഞിട്ടാ ഓൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് നീ എന്തേ പറഞ്ഞില്ലത് കിട്ടുവാ. നീ ജാസ്തി വർത്താനം പറയാൻ വരണ്ട എന്റെ അടുത്ത്. നീ നല്ലോണം വർത്താനം പറയുന്നല്ലോ എനിക്കറിയും. നൊടിയണ്ട കേട്ടോ അധികം. എനിക്കറിയും. അവളുടെ വാക്കായിട്ട് നീ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് നീ എന്ത് നിനക്ക് അതെല്ലാം പറയെങ്കിൽ എനിക്ക് അതിനപ്പുറം പറഞ്ഞൂടെ? അല്ല പിന്നെ ഫ്രണ്ട്ഷിപ്പ് നീ അത് പറഞ്ഞൂടായിരുന്നു മോളെ. നീ എന്തിനാ ചെല്ലാൻ പോയത്? നീ പറഞ്ഞേ ഒന്നും പറഞ്ഞിട്ടേ എന്റെ തോള് പറഞ്ഞു. നീ എന്തേ പറഞ്ഞില്ല കാര്യം ഓൾ എന്നോട് പറഞ്ഞു. ഉണ്ട് കഴിച്ചെന്നി കാണിക്കണമെങ്കിൽ കാണിക്കാം. നീല്ലേ എന്റെ അടുത്തില്ല കൊറേ മിണ്ടിയെല്ലാം വരും. നീ മാത്രം എന്റെ അടുത്ത് നടക്കില്ല. എനിക്ക് വർത്താനം പറഞ്ഞിട്ട് ആവില്ല കേട്ടോ എന്റെ അടുത്ത്. എനിക്ക് ഭയങ്കര വിഷമായി. അവളും നീയും തമ്മിലുള്ള ബന്ധമാണോ ഞാനും നീയും തമ്മിലുള്ള ബന്ധം? ബേജാറും പൊഞ്ഞാറെല്ലാം നിക്കാവും. മാത്രം നീ അങ്ങനെ ആക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടോ. എനിക്ക് ഞാൻ നിന്നെ ഇങ്ങനെ അല്ലാണ്ട് ഞാൻ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ്. പക്ഷെ അങ്ങനെ ഒരു തേർഡ് പേഴ്സൺ പറയുന്ന കേട്ടിട്ട് നീ എന്നെ തെറ്റിദ്ധരിച്ചു. മാത്രം അങ്ങനെ അല്ലല്ലോ മോളെ എന്നോട് പറഞ്ഞത്. കാരണം നീ പറഞ്ഞ സാധനം ഓളെടുത്തുണ്ട്. ഓളക്കത് കാണിച്ചത് അത് കണ്ടിട്ടാണ് ഞാൻ വർത്തമാനം പറയാൻ വന്നത്. അത് ഫേക്കൊന്നും അല്ല മോളെ. ഞാൻ അത് കണ്ടത് തന്നെ. ബുദ്ധിയെല്ലാം ഉണ്ട് കിട്ടുവാ. എനിക്ക് ബുദ്ധിയെല്ലാം ഉണ്ട്. എനിക്ക് മണ്ട ഉണ്ട്. കുറച്ചെല്ലാം ചിന്തിക്കലും അത് നിനക്കില്ല. അത് ഫേക്കാണ്. നീ വിചാരിക്കുന്ന തരുമോ? നീ മറ്റേ എല്ലാം ഇതൊന്ന് കണ്ണടച്ചിട്ട് പാല് കുടിക്കുന്ന ഇതാ നിക്കില്ലത്. നമ്മുടെ അടുത്തൊന്നും നടക്കില്ല കേട്ടാ. നമ്മ ഇതെല്ലാം കണ്ടു വളർന്നിട്ട് ഇത്ര നാള് നമ്മൾ ഒരുമിച്ച് ഫ്രണ്ട്സ് ആയി ഇരുന്നിട്ട് ഒരു തേർഡ് പേഴ്സൺ വന്ന് പറഞ്ഞപ്പോ നീ മുന്നും പിന്നും നോക്കാതെ എന്നെ പുച്ഛിച്ചു. പുച്ഛിക്കും ഞാൻ നിന്നെ. ഞാൻ പുച്ഛിക്കും. ഓക്കെ, ഇപ്പോ നമുക്ക് വേറൊരു ടാസ്കിലേക്ക് പോവാം. ചാലഞ്ച് എന്താന്ന് വെച്ചാൽ റോങ് ആൻസർ ചാലഞ്ച്. ഞാൻ ചോദ്യം ചോദിക്കുന്നതിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ വേണം പറയാൻ. ഓക്കെ, തുടങ്ങാം. അല്ല തെറ്റി. ഓ അങ്ങനെയോ? ഒന്നും കൂടി ഫണ്ണായിട്ട് പറഞ്ഞു. ഓക്കെ, എങ്ങനെയാ വന്നേ? പോയിട്ടാ ഞാൻ അടുത്തേക്ക്. ഈ സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടോ? വാങ്ങില്ലപ്പാ. പറഞ്ഞു ഉത്തരം പറഞ്ഞു. ഓക്കെ, ഒരു ചാൻസും കൂടെ. ഡ്രസ് എവിടെ നിന്ന് എടുത്തേ? ചായ കുടിച്ചിന്. നല്ല സുന്ദരിയായിട്ടുണ്ട്. ആരും മേക്കപ്പ് ചെയ്ത് തന്നെ? ബന്ധിനാ നീ ഇങ്ങോട്ട്? ഈ ഹെയർ സ്റ്റൈൽ എന്നെ പഠിപ്പിച്ചു തരോ? പോയിട്ടപ്പാ ഞാൻ. ഐലൈനർ ഏത് ബ്രാൻഡാ? ആടാരിയില്ലേ? ലിപ്സ്റ്റിക് ഇടാറില്ല? മൊത്തം കൊളം തന്നെപ്പാ. ഫുള്ള് നാച്ചുറൽ ബ്യൂട്ടി. നല്ല ഭംഗിയുണ്ട് കാണാൻ. വേറെന്തുണ്ട്? നല്ല വിശേഷം. മോൾക്ക് സുഖാണോ? കണ്ണ് ഇത് നല്ല വാങ്ങണ്ട്. സത്യമായിട്ടോ? കുസാലന്നെ വാ. കൂടെ ആരൊക്കെ വന്നേ? ഓളാടെ പോയിന്. ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി? വീട്ടിലൊക്കെ പോണോ ഇപ്പൊ ഞാൻ? അത് ആൻസർ ആണ് കേട്ടോ. അങ്ങനെ കൊച്ചിയിൽ വന്നിട്ട് അടെല്ലാം പോയിന്നല്ലേ ചോദിച്ചേ? ഓക്കെ ഓക്കെ ഓക്കെ. ലുലു മോളി പോയായിരുന്നോ? പാല് കാച്ചാറുണ്ട്. പാലാണോ ഇഷ്ടം? എന്താക്കലിപ്പ ഇങ്ങനെ പോന്നു. ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് എനിക്ക് എന്ത് വാങ്ങിച്ചു തരും? മുട്ട പൂങ്ങിനോപ്പാ. ഈ മാല നല്ല രസമുണ്ട്. എവിടെ വാങ്ങിച്ചേ? പോവാ നമുക്ക്. എന്നെ ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്തു തരാം എനിക്ക്. വരുന്നില്ലേ?
ഈ മുടിയുടെ സീക്രട്ട് എന്താ? കാലുമ്പലായിട്ട് ചെയ്യുന്നില്ല. ആ പെണ്ണിന് വരുന്നോ? സുകന്യ. അതാരും ഫ്രണ്ടാണോ? ചൊറിയിച്ചാ? ആ ചേട്ടന് വന്നപ്പോ പരിചയപ്പെട്ടോ? ചാടിച്ചാ? എന്നോട് ചോദിക്കരുത്, ആൻസർ പറയണോ? എന്റെ ആൻസർ. ഓക്കെ. ഇൻസ്റ്റഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ആയി? എന്റെ കുപ്പായ നല്ല വാങ്ങില്ലേ? നല്ല രസം എന്റെ കുപ്പായ. ഞാൻ ആദ്യം പറഞ്ഞ സൂപ്പർ ആയിട്ടുണ്ട്. വൈറലായപ്പോ ആദ്യം ആരാ വിളിച്ചേ? ഉറക്കം വരുന്നു. അച്ഛൻ പാടി പാട്ടിൽ ഏറ്റവും ഇഷ്ടം ഏതാ? നീ തിങ്ങെല്ലാം ചോദിക്കുന്നേ. അച്ഛൻ തല്ലാറുണ്ടോ? പോണോ ഇപ്പൊ എനിക്ക്? ചേട്ടനായിട്ട് അടിവിടാറുണ്ടോ? സമയായി. വീട് എവിടെയാ? മഴ വരുന്ന മാതിരി ഉണ്ട്. വീടിന് എത്ര നിലയുണ്ട്? കൊട പിടിക്കണം ഇപ്പൊ. പട്ടിക്കുട്ടി ഉണ്ടോ വീട്ടില്? സുഖമില്ല എനിക്ക്, ഞാൻ പോന്ന്. ഓക്കെ, അതെ. സൂപ്പർ ആയിട്ട് കളിച്ചിട്ടോ. ഓ ഞാൻ ചോദിക്കണാ? ആ ചോദിക്കാം. സുകന്യ. അതാ നമ്മുടെ ഓണർ. കണ്ണീതി അല്ല വാങ്ങണ്ട്. ഇത് ക്യാമറമാൻ. ചായക്കെന്തിയെ? അത് തൻ്റെ കൂടെ വന്ന കുട്ടി. തല്ലുകൂടാൻ വന്ന കുട്ടീനെ ഇഷ്ടപ്പെട്ടുവാ? എൻ്റെ വീട് കൊച്ചിയില. എവിടെ? കൊച്ചിയിലടപ്പാ? രാവിലെ 8 മണിക്ക് എണീറ്റു. എന്താ 8 മണിക്ക് എണീക്ക്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ബ്ലോക്ക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. അങ്ങനെയാ? എങ്ങനെയുണ്ട് വരുന്ന പയ്യൽ? നല്ലുണ്ടാ? ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോട് ദേഷ്യമായിരിക്കുന്നു. ഞാൻ ഇതിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നേ. വീട്ടിലാരെങ്കിലും ഇല്ലേ? എന്താ ഇൻസ്റ്റ ഫോളോ ചെയ്യാത്തെ? ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിന്, കഴിഞ്ഞിട്ട് പേരറിഞ്ഞിട്ട. അപ്പൊ എന്നെ ഇഷ്ടമല്ല അല്ലേ? പേരറിഞ്ഞിട്ട് അറിയാം എനിക്ക്. നിനക്ക് എന്നെ ഇഷ്ടമല്ല അല്ലേ? എന്താ എന്നെ ഫോളോ ആക്കാത്തേന്ന്? അപ്പൊ പേരറിഞ്ഞിട്ടല്ലേന്ന്? അപ്പൊ എന്നെ ഇഷ്ടമല്ല അല്ലേ? എന്താ ഫോളോ ചെയ്യാത്തെ? അല്ല, എന്താ ഫോളോ ചെയ്യാത്തെ? അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇത്, ഞാൻ പറഞ്ഞ പേരറിഞ്ഞിട്ടാ. അപ്പൊ എന്നെ ഇഷ്ടമല്ല അല്ലേ? അതെങ്ങനെ റിലേറ്റ് ആവുന്നേ? അതുകൊണ്ട് ഫോളോ ചെയ്യാത്തതല്ലേ എന്നുള്ള സാധനം. ശരി ശരി, ഓക്കെ ചേച്ചി. ഓക്കെ, അത് നമ്മള് ഗെയിംസ് ഒക്കെ കളിച്ചു, നല്ല അടിപൊളിയായിട്ട് കൂട്ടി ഗെയിം കളിച്ച് വിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒരു പാട്ടേക്കാം. ചേലിൽ നുണക്കുഴിയൊന്ന് നല്ല പൂ പോലൊന്നു വിരിഞ്ഞ്, നാണിച്ചു കണ്ണൊന്നടച്ച് കാട്ടുമൈനയൻ കൂട്ടിലൊളിച്ച്, കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ, പൊന്നേ പോയി മറഞ്ഞോ ഇനി എന്നും വഴിയോരം, കണ്ണും നട്ടിരിപ്പൂ ഇനി എന്നിൽ വരികില്ലേ, എന്നും വരും വഴിവക്കിൽ അവൾ എന്നോടൊന്നു മിണ്ടാൻ, പൊന്നേ പോയി മറഞ്ഞോ ഇനി എന്നും വഴിയോരം, കണ്ണും നട്ടിരിപ്പൂ ഇനി എന്നിൽ വരികില്ലേ. ഓക്കെ, ഞാൻ അറിഞ്ഞു ഇപ്പോ കല്യാണം ആവാറായി മെയ്യില് അല്ലേ? അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? എവിടെയാ ചെക്കൻ? എന്ത് ചെയ്യുന്നു? ചെക്കൻ്റെ വീട് മലപ്പുറത്ത്. ചെക്കൻ എക്സോട്ടിക് ഫർണിച്ചർ ഷോറൂമിൽ കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ ആള് നല്ലോണം പാടും. എല്ലാരും പാടും. അച്ഛൻ, അമ്മ, ചേട്ടൻ കല്യാണം കഴിക്കാൻ ചെക്കൻ നല്ലോണം പാടും. അധികം സിനിമ പാട്ടാന്ന് പാടല്. അപ്പോ അങ്ങനെ മെയ് 26 കല്യാണം. എല്ലാരും വന്നേറും. അതെന്താ ക്യാമറ നോക്കിട്ടാണോ? എല്ലാരും വന്നേറും. വരുമ്പോ പോയി പറയണം, ചോറും കറിയെല്ലാം സെറ്റാക്കി വെക്കണ്ടേ. അങ്ങനെ. അതെങ്ങനെ ഈ മലപ്പുറം കാസർഗോഡ് കണക്ഷൻ? ലവ് മാരേജ് ആണോ? നമ്മൊരു പ്രോഗ്രാമിന് പോയിട്ട്, അത് അച്ഛൻ കൊണ്ടുപോയി പ്രോഗ്രാമിന് കൊണ്ടുപോയി, ആടുന്ന് കണ്ടു. ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് മീൻസ് ലവ് ഒന്നും ഉണ്ടായിട്ടാ. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് തോന്നുമല്ലോ, അപ്പോൾ നമ്മൾ ഏകദേശം മനസ്സിലാക്കി എന്നുള്ള ആ ലെവലെത്തുമ്പോഴാണ് ഞാൻ വീട്ടിൽ സംസാരിച്ചത്. അപ്പൊ അച്ഛനെല്ലാം ഇഷ്ടമായി. അങ്ങനെ 2 കൂട്ടക്കാർ ഒത്തു കല്യാണം. പിന്നെ ഞാൻ വേറൊരു പാട്ട് ബ്രഹ്മയുഗത്തിലെ പാടിയായിരുന്നില്ലേ, അതുകൂടി ഒന്ന് പാടോ? തെറ്റുമ്പോ കട്ടാക്കണേ. ചെന്തീപൊരി ചിന്തണ ചോലകൾ ചെന്താരകൾ ചോക്കണതോ, മതയാനകൾ മ്ലാവ് കരിമ്പുലി കലിവാഴണ കാനനമോ, കരിന്തേളുകൾ വള്ളികരാളികൾ കരിമൂടിയ വേടനീതോ, നരചോര പരന്ന പെരും വഴി നായാടിയ കാഹളമോ. നല്ല ചിരിയാ. പേടിയാന്ന് ഇപ്പോ ക്യാമറ അങ്ങനെ. ഇപ്പോ കാസർഗോഡ് കാര്യന് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്. കാസർഗോഡിൽ നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ ചോദിക്കാം. ഓക്കെ. മത്തങ്ങ, ചെരങ്ങ, പടവലം, പട്ലക്കായി. പട്ലക്കായി. അവ കടയിൽ പോയിട്ട് 1 കിലോ പട്ലക്കായി വേണമെന്ന് പറയും. ഞാനും കടയിൽ പോയിട്ട് 1 കിലോ പട്ലക്കായി. ചൂല്, മാച്ചി. മാച്ചി.
കുക്കുംബർ. ബപ്പങ്ങായി. ബപ്പങ്ങായി. പപ്പങ്ങായി. പപ്പായ. കുക്കുംബർ കക്കരിക്ക പറഞ്ഞല്ലേ? ആ കുക്കുംബർ കക്കരിക്ക. അപ്പൊ നിങ്ങൾ കക്കരിക്കനെ കക്കരിക്ക എന്നല്ലേ പറയല്? വെള്ളരിക്ക. ഓ ഞങ്ങളെ കക്കരിക്ക നിങ്ങളെ വെള്ളരിക്ക. ഓക്കെ. പപ്പായ. ബപ്പങ്ങായി. പപ്പങ്ങായി അതെനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലം പറയാറുണ്ട് പപ്പങ്ങായി എന്നൊക്കെ. ഓക്കെ. പാവയ്ക്ക. പാവയ്ക്ക. കൈപ്പക്ക. അത് ഞങ്ങളുടെ അവിടെ പറയാറുണ്ട്. ബ്രിഞ്ചാൾ. വഴുതനങ്ങ. ബെനീങ്ങ. ബെനിങ്ങ. ബെനീങ്ങ. ബെനിയങ്ങ. ബെനീങ്ങ. ബെനീങ്ങ. ആ ബെനീങ്ങ. സൂപ്പർ. കോവയ്ക്ക. കോയക്ക. കോയക്ക. വായില്ല അയ്യാ. കോയക്ക. അത് കോയക്ക എന്ന് പേരുള്ള ഒരാള്. കോയക്ക. വെള്ളയ്ക്ക. വെളിച്ചിങ്ങ. വെളിച്ചിങ്ങ. അപ്പൊ വെളിച്ചെണ്ണയോ? വെളിച്ചിങ്ങ. വെളിച്ചിങ്ങ. ആ ഓയിലിന് എന്താ പറയാ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ. വാട്ടർമെലൺ. ബത്തക്ക. ബത്തക്ക ഇവിടെ പറയും. നാരങ്ങ. ചെറുളി. ചെറിയുള്ളി. ചെറുളി. ചെറുള്ളി. ചെറിയ പുളി. ചെറിയ പുളി. ചെറുളി. ആ ചെറുള്ളി. പച്ചമുളക്. പച്ചപ്പറങ്കി. പച്ചപ്പറങ്ങി. മുളക്. പറങ്കള്. പറങ്കള്ള്. പറങ്കള്. പറങ്കള്ള്. ആ പറങ്കി മുളക്. പറങ്കള്. പറങ്ങി. കുരുമുളക്. കുരുമുളകിന് മുളക്. മുളക്. സൂപ്പർ. താങ്ക് യു. പക്ഷെ വെറൈറ്റി ഉണ്ട്. ഉണ്ട്. മാത്രം ആടെ വന്നിട്ട് നമുക്ക് ഈടുന്നത് കിട്ടും. ആ പക്ഷെ ഇവിടെ വന്നിട്ട് അടുത്തത് കിട്ടുമോ ചോദിച്ചാൽ അറിയില്ല. ഞങ്ങക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാവും. ഇവിടത്തേക്കല്ല മനസ്സിലാവും. നമുക്കിപ്പോ നിങ്ങളൊക്കെ 2 ദിവസം നിന്നാലേ ഇപ്പൊ നമുക്ക് നിങ്ങളെ പോലെ വർത്താനം പറയാൻ കഴിയും. മാത്രം ആടെ വന്നിട്ട് പറയുമ്പോ നിങ്ങൾ പഠിച്ചിട്ട് പറയുന്നതാണൊക്കെ ഇപ്പൊ സിനിമയിലെല്ലാം കാണുന്നില്ലേ? അപ്പൊ ഇപ്പൊ ഡയലോഗ് എഴുതിയിട്ട് പഠിക്കുന്നതല്ലേ, അപ്പൊ നമുക്ക് വേഗം മനസ്സിലാവുന്നില്ല ആ ഒരു സാധനം. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്ന ഞാനും ചിലപ്പോ നാടകത്തിൽ ഡയലോഗ് എഴുതിയിട്ട് വായിക്കുന്നതാണെങ്കിൽ ഉണ്ടാവും, എന്നാലും വേഗം പഠിക്കും. മാത്രം ആടത്തെ ഇത് ആ ഒരു ട്യൂണില്ലേ, ഒരു സാധനം ഇല്ലേ, അങ്ങനെ ഇപ്പൊ കുറെ ആള് വരുന്ന മറ്റേ കാസർഗോഡ് സ്ലാങ് നീ എന്തിന്റെ ചെല്ലുന്ന നിന്റെ ഔത്താരുണ്ടേ അങ്ങനെയാന്ന് ചോദിക്കല്. ഇപ്പൊ ഞാനിപ്പോ മഹിമ നമ്പ്യാർ അവരെല്ലാം പറയുന്ന ഏകദേശം അങ്ങനെയാന്ന് കേട്ടെ. അതൊരു ഭാഗത്ത് ഇപ്പൊ മുസ്ലിം ശരി അങ്ങനെ പറയാം, അങ്ങനെ മതം പറയുന്നില്ല, അങ്ങനത്തെ ആ ഒരു വിഭാഗം ആൾക്കാരാണ് അങ്ങനെ വർത്താനം പറയല്. മാത്രം നമ്മൾ അങ്ങോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയുന്ന ആണൊക്കെ വർത്താനം പറയല്. ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കൂട്ടീനി പറയാ കൂട്ടീനി, മാത്രം അങ്ങനെയാണ് വർത്താനം പറയുന്നത്. ഓക്കെ, നമുക്കിനി വേറൊരു ഇത് സെഗ്മെന്റ് കളിക്കാം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കാസർഗോഡിലുള്ള ഇത് പറയണം, വേർഡ്സ് ഒക്കെ. അപ്പൊ എനിക്ക് അത് മനസ്സിലായില്ലെന്ന് ഞാൻ പറയാം മലയാളത്തില്. ഓക്കെ ചെയ്യുന്നേ. നിട്ടപ്രാണ പിടിച്ചിട്ട് എടുക്ക പായുന്നേ, ധൃതി പിടിച്ചിട്ട് എവിടെയൊക്കെ പോകുന്നേ, അതാണോ? ഹർബറിയിൽ എവിടെയാ പോകുന്നേ? പൈച്ചിറ്റ് ചെയ്യുന്നില്ല. പൈച്ചിറ്റ് ചെയ്യുന്നില്ല. വിശന്നിട്ട് വയ്യ. ചോറ് കഴിച്ചുവാ? ചോറ് കഴിച്ചു. നീ ജാസ്തി നൊടിയാ നിക്കണ്ട. നീ ജാസ്തി നൊടിയാ നിക്കണ്ടാന്ന്. മനസ്സിലായില്ല. ജാസ്തി നൊടിയണ്ട, കൂടുതൽ. ജാസ്തി കൂടുതൽ നൊടിയണ്ട, നൊടിച്ചൽ കണ്ടാന്ന്. നൊടി ആ നൊടിയല്ല. ഓ കൂടുതൽ സംസാരിക്കണ്ട, വലിയ നൊടിച്ചില്ല, വലിയ വർത്തനം പറയാൻ നിക്കണ്ട. സ്വീപ്പാക്കുന്നതിന് നീ എന്നെ സുഖിപ്പിക്കുന്ന എന്തിനാ? സ്വീപ്പാക്കുന്നതിന്. എന്തിന്? സോപ്പിടുന്ന എന്തിനാണ്? സ്വീപ്പാക്കുന്നതിന്. സത്യത്തിൽ എനിക്കറിയാം കളിയാക്കുന്നത്. ഓക്കെ, തുളുവില് പാട്ടോട്. ഓലേലേലെ ഓലേലേലെ ഓലേലെ ഓലേലേലെ മൂജി മോനെ തോ ജന്തുണ്ടു ആജിക്കാരെ തോ ജന്തുണ്ടു ലെത്തന ലെത്തന ഈയന്ന ലെത്തിനി ഇജ്ജിണ്ടലെ പുലകെ ബച്ചിര തിന്നിರು ಬೋಡು ಸುಣ್ಣ ಕೊರ್ಪಣ ಪಣ್ಲಗೆ ರಡ್ಡು ಮೊನೆ ತೂ ಬಂದುಂಡು ಆಜಿಕ್ಕಾರೆ ತೋ ಜಂದುಂಡು ಲೆತ್ತನ ಲೆತ್ತನ ಈರನ್ನ ಲೆತ್ತಿನಿ ಇಜ್ಜಿಂಡಲೆ ಪುಲಗೆ ಬಚ್ಚಿರ ತಿನ್ನಿರು ಬೋಡು ಸುಣ್ಣ ಕೊರ್ಪಣ ಪಣ್ಲಗೆ ಓ ಏ ಓ ಏ ഓലേലേലെ ഓലേലേലെ ഓലേലെ ഓലേലേലെ. ഈ പാട്ട് ഏത് ലാംഗ്വേജിലാന്ന് പറയുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. ഇനിയിപ്പോ അതിന് ഞാൻ പുതിയ കണ്ടുപിടിക്കേണ്ടി വരും. അവര് വന്നിട്ട് എന്നെ പഞ്ഞിക്കിടും. ഇത് ഹൈലൈറ്റ്. തുളുവാണോ? ഇത് തുളുവിൽ നാടൻ പാട്ടാണോ? തുളുവാണ്. കൊള്ളാം കൊള്ളാം, സൂപ്പർ. ഇതൊക്കെ എങ്ങനെ പഠിക്കണേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അവിടെ കന്നഡയും തുളും എല്ലാം കൂടി അറിയായിരിക്കും അല്ലേ? പറയാൻ അറിയില്ല, പക്ഷെ മനസ്സിലാവും. ഞാൻ അവരോട് ചോദിക്കുമല്ലോ, നമ്മ ഇപ്പൊ അറിയാത്തുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടക്കിടങ്ങിട്ട് നോക്കിയിട്ട് നൈസായിട്ട് പാടും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കുറേ നാടൻ പാട്ട് കേട്ടു, നമ്മൾ ബ്രഹ്മയുഗത്തിലെ പാട്ടും കേട്ടു. പക്ഷെ എന്നാലും
നമ്മുടെ ഒരു സിനിമാ പാട്ട്, ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമാ പാട്ട് കൂടി നമ്മളുടെ പ്രേക്ഷകർക്ക് വേണം. ഓക്കെ, ഞാൻ പാടിയിട്ട് പോസ്റ്റ് ചെയ്തത് തന്നെ. എനിക്കും കൂടി എനിക്ക് ഇഷ്ടമാണ് പാട്ട്. നീലാഞ്ജനപ്പൂവിൻ താലാട്ടുഞാലിൽ തേവാരം നൽകുമീ തങ്കക്കൈ നീട്ടം, ചന്ദ്രനോ സൂര്യനോ പുലരിയോ താരമോ ദ്വാപരം തേടുമിൻ പുണ്യമോ കണ്ണനോ. സൂപ്പർ. മണിച്ചിത്രത്താഴിലെ ഡയലോഗില്ലേ, ഗംഗ ഇപ്പൊ എവിടെ പോകുന്നു, അത് നമ്മൾ കാസർഗോഡിലേക്ക് മാറ്റുന്നു. ഗംഗ ഒരു കാസർഗോഡുകാരി നാഗവല്ലിയാണ് ഗംഗയിൽ കയറിയേക്കുന്നത്. ഓക്കെ, ശ്രമിക്കാട്ടോ, കയ്യോ നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അല്ലേക്ക് മറ്റേ സ്വർണ്ണം എടുക്കാൻ പോകുന്നില്ലത്. ഗംഗ ഇപ്പൊ പോണ്ട. എന്താ ഞാൻ പോകണ്ടാത്തത്? ഗംഗ ഇപ്പൊ പോണ്ട അല്ലെ പറയാറോ, എന്താ ഞാൻ പോണ്ടാത്തേന്ന് പറയാറാ? അത് ശരിയൊക്കെയാണ്, പക്ഷെ ഗംഗ ഇപ്പൊ പോണ്ട. പിടിയില്ല നീ എന്നാ, എടുത്തേക്കും പിടിയില്ല നീ എന്നാ. നിന്നെ കൊന്നിട്ടില്ലേ, നിന്റെ ചോര എടുത്തിട്ട് കുടിച്ചിട്ടില്ലേ, ഞാൻ ഒരുമാതിരി ഡാൻസ് കളിക്ക് കൂട്ടുവാ. എന്തായി നകുലേട്ട, ഞാൻ എനിക്ക് നകുലേട്ട ഇപ്പൊ പറഞ്ഞേ, പറയും നകുലേട്ടക്ക് എന്തെങ്കിലും ആയിനാ നകുലേട്ട, എനിക്ക് നകുലേട്ട ഞാൻ പറഞ്ഞു. അല്ല പറയും നകുലേട്ടക്ക് എന്തോ ആയിനി, പറയും നകുലേട്ട. ഒന്നുമില്ല, ആയിക്കോട്ടിപ്പ. ഓക്കെ, നമ്മളിപ്പോ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേമസ് ലാലേട്ടനെയും മഞ്ജു ചേച്ചിനെയും ആറാം തമ്പുരാനിലെ ഡയലോഗ് കാസർഗോഡ് ഭാഷയിൽ മഞ്ജു ചേച്ചിയുടെ ക്യാരക്ടർ കുട്ടി പറയും. ഓക്കെ, സെറ്റ്. ഞാൻ ലാലേട്ടൻ. ഓക്കെ, ക്ഷമിക്കണം കേട്ടോ. ആരി, ചെവി കേൾക്കുന്നില്ല, ആരീന്ന്. ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കന്മാർക്ക് എന്ത് ഈടക്കാര്യം, ഇത് നിങ്ങൾക്ക് നടക്കേണ്ട ഭയൊന്നുമല്ല. അത് ചോദിക്കാൻ നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം. ഇതെന്താണ് കാവിലി ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്? അല്ലാന്ന് തോന്നാ നിങ്ങൾ ഭഗവതിനെ മുമ്പ് കണ്ടിനാ? സത്യം, ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും തുളുമ്പുന്ന ദൈവിക ഭാവം. ഇതൊക്കെ പറയണെങ്കിലേ കണ്ണോട്ടനായിരിക്കണം കാണുന്നവൻ. ഇതൊരുമാതിരി വെള്ളരിക്ക കണ്ണത്തിലെ കോലം പോലെ. കോലത്ത് അടിച്ചു തള്ളിക്കാരിയാ? കോലത്ത് തമ്പുരാട്ടിയോടെ മാഷേ. അതേതാ ഞാനറിയാത്തൊരു തമ്പുരാട്ടി? ഈ പറയുന്ന നിങ്ങാരിപ്പാ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തി ജഗന്നാഥ തമ്പുരാൻ. കണ്ടാലും പറയും തമ്പുരാൻ. കോലം പണിച്ച ആളെ പണിക്കാരനാ? ദൈവത്തിനെക്കാളും വലിയ ഇമ്പ്രാഷനിലെ കാലമാണ് ഇപ്പോ. പിന്നെ നിങ്ങൾ കോലം പണിച്ച മുതലാളി ഉണ്ടെങ്കിൽ ഒരിക്കൽ പറയണു കേട്ടോ, ഉണ്ണിമായൊക്കെ കാണാനുണ്ടെന്ന്. ഒന്ന് വൈകുന്ന മാറുമോ? അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന പേരും. നിന്നെ ഞാൻ എടുത്തോളാടി ഉണ്ടക്കണ്ണി. എന്തെന്ന്? ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ഗൈസ്, ലാലേട്ടൻ ഫാൻസ് ഒക്കെ എന്നോട് ക്ഷമിക്കണം. ഇതിന് ശേഷം ഇനി എന്നെ കാണുന്നതല്ല. എന്നെ ഇനി ഇന്റർവ്യൂ എടുക്കണമെങ്കിൽ നിങ്ങൾ സൗരയൂഥത്തേക്ക് അല്ല, ഇതിന് താഴെ ലാലേട്ട കമന്റ് ഇട്ടാൽ ഞാൻ മുതൽ ഇന്റർവ്യൂ നിർത്തുന്നു. ലാലേട്ടൻ ഈ വീഡിയോ ഒക്കെ കമന്റ് എടുത്താൽ ഇനി ഞാൻ ഇന്റർവ്യൂ എടുക്കില്ല. ഓക്കെ, ഇടിയില്ല. ലാലേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയോ. എന്നാലും ഞാൻ കമന്റ് ചെയ്താലും സന്തോഷമായി. അപ്പൊ ശംഭു മഹാദേവ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സെഷൻ വൈൻഡപ്പിലേക്ക് വരാണ്. അപ്പം കുറെ കാസർഗോഡ് സ്ലാങ് ഞാൻ പഠിച്ചു എന്ന് പറയുന്നില്ല, എനിക്ക് എന്തെങ്കിലും അറിയാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ഇനിയും ഒരുപാട് സിനിമ പാട്ടുകളൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ കുറച്ച് സിനിമ പാട്ടും കൂടി ഇടും, ഞങ്ങൾക്ക് കേൾക്കാലോ. അല്ല, ഇനിയൊക്കെ പഠിക്കണം. ഇനിയിപ്പോ കുറെ ആളത് പറയുന്നുണ്ട്, അപ്പൊ ഞാൻ മെനക്കെടാത്തോണ്ടാണ്. അപ്പൊ ഇനി പഠിക്കണം, പാടണം, പോസ്റ്റ് ചെയ്യണം. അപ്പൊ എനക്ക് കുറെ സന്തോഷം ഇങ്ങനെ വിളിച്ചാലും. സന്തോഷം. അപ്പൊ എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.